താങ്കൾ ഇന്നലെ ഒരു പരാതി പ്രമോദ് എന്ന് പറഞ്ഞ നിവിൻ പോളിക്കെതിരെ ഒരു പരാതിയുടെ രംഗത്ത് വന്നിരുന്നു. ഈ പരാതിയുടെ വാർത്ത പുറത്ത് വന്ന ഉടൻ തന്നെ ഏതാനും മണിക്കൂറിൽ ശേഷം നിവിൻ പോളി മാധ്യമങ്ങൾ കണ്ടിരുന്നു. ഇത് നിവിൻ പോളിയുടെ ഇമേജ് തകർത്താൻ വേണ്ടി താങ്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് ആരോ തളിക്കണം. അതെന്താ സത്യാവസ്ഥ നിവിൻ പോളി പറയുന്നത്? കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസമല്ല ഈ കംപ്ലൈന്റ് കൊടുത്തത്. ഞാൻ ജൂണിൽ കംപ്ലൈന്റ് കൊടുത്തതാണ്. ജൂണിൽ അങ്ങനെ കൊടുത്ത കംപ്ലൈന്റ് എന്താ താങ്കൾ വീണ്ടും ഇത് പറയാൻ കാരണം? അതായത് അന്ന് ജൂണിൽ പോലീസ് അന്വേഷിച്ചില്ലായിരുന്നോ? പോലീസ് എന്ന കാര്യമായ രീതിയിൽ അത് അന്വേഷിച്ചിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് നിവിൻ പോളി ഒക്കെ മാന്യന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് അത് അവരെന്താണെന്നറിയാം, നമ്മൾ കൊടുത്ത മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് തെളിവൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ടുപോയി ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ അവിടെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത്. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് കൊടുക്കുകയല്ല ചെയ്തത്. അങ്ങനെ നിവിൻ പോളിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പുള്ളി ഞാൻ കൊടുത്ത ടൈമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഒരു സ്ത്രീ വന്നെന്ന് പറയാമായിരുന്നു. ജൂണിൽ കൊടുത്ത പരാതി താങ്കൾ ഉപദ്രവിച്ചു എന്ന് മാത്രമേ താങ്കൾ കൊടുത്ത പരാതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ താങ്കൾ പറഞ്ഞു വെച്ചാൽ താങ്കൾക്ക് പീഡനം നേരിടേണ്ടി വന്നു എന്ന്. പക്ഷെ എന്തുകൊണ്ട് ആ പരാതി താങ്കൾ അങ്ങനെ പറഞ്ഞില്ല? കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യണത്. അപ്പൊ ഞാൻ എന്റെ രീതിക്ക് എടുത്ത് അതായത് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന്, അതായത് തല്ലിയത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പരാതിയില്. പിന്നെ അത് കഴിഞ്ഞ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ സർക്കിളിൽ ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തു. എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഈ താങ്കൾ ജൂണിൽ കൊടുത്തപ്പോൾ ഈ വാർത്ത താങ്കൾ പീഡിപ്പിച്ചെന്ന വാർത്ത ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. പക്ഷെ ഇന്നലെയാണ് താങ്കൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പീഡിപ്പിച്ചെന്ന് എനിക്ക് പുറത്ത് മറ്റുള്ളവരൊക്കെ അറിയുമെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു വാക്കാണ് ഞാൻ അവിടെ കൊടുത്തത്. അത് എന്റെ രീതിയിൽ അതൊരു പീഡനമായിട്ടാണ്. അതായത് തല്ലി അടിച്ചു എന്നുള്ളത് ഞാൻ അത് വേറെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ദേഹത്ത് തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ശാരീരിക ഉപദ്രവം എന്ന് പറഞ്ഞത് ഈ പീഡിപ്പിച്ചതിനെയാണ് ഞാൻ അവിടെ. താങ്കൾ കൊടുത്ത ഈ പരാതിയിൽ നിവിൻ പോളി 6ാം പ്രതിയാണ്. പക്ഷെ 1ാം പ്രതി എന്ന് പറയുന്നത് ശ്രേയ എന്നൊരു കുട്ടിയാണ്. ഈ ശ്രേയയുമായിട്ട് താങ്കൾ ബന്ധമാണ്? ശ്രേയ എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ദുബായിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. അപ്പൊ എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ഏജൻസി പരിചയമുണ്ട്. അതായത് എനിക്ക് യൂറോപ്പിൽ പോകാനായിട്ടാണെന്നുള്ള ആഗ്രഹം ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളിക്കാരിയുടെ കയ്യിൽ ഞാൻ ഒരു 3 ലക്ഷം രൂപ കൊടുക്കുകയും അത് നമ്മൾ കുറച്ച് കാലാവധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് റെഡിയാകുമെന്ന് പറഞ്ഞ് നമ്മളെ ചവിട്ടി നിർത്തിയേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പ്രൊഡ്യൂസർ, അതായത് AK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാമെന്നും സിനിമയിൽ ഒരു ചാൻസ് സംഘടിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നിവിൻ പോളിനെ പരിചയപ്പെട്ടത്. അതായത് 3 ലക്ഷം രൂപയ്ക്ക് പകരമായിട്ട് താങ്കൾക്ക് സിനിമയിലെ അവസരം. അതായത് ഞാൻ അങ്ങനെ അത് കണ്ടിട്ടില്ല. കാരണം എനിക്ക് പൈസ തിരിച്ച് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവരെ ഈ പ്രൊഡ്യൂസറിനെ കാണാൻ പോയത്? അതായത് പുള്ളിക്കാരി ആയപ്പോ എന്റെ ഒരു ഫ്രണ്ട്, അപ്പൊ പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് ഈ പ്രൊഡ്യൂസർ. അപ്പം നമുക്ക് സിനിമയിൽ ഒരു ചാൻസ് ചോദിക്കാം എന്നും പറഞ്ഞാണ് നമ്മളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത്. നിവിൻ പോളി ആരാണ് കൂട്ടിക്കൊണ്ടുപോയത് താങ്കൾ അടുത്ത്? അതായത് നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂവിന് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോവുകയും അവിടെ വെച്ച് എനിക്ക് ശാരീരിക ഉപദ്രവങ്ങൾ അനുഭവപ്പെടുകയും അതിനെ ചൊല്ലി ഞങ്ങൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുകയും. അല്ലല്ല, AK സുനിലുമായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വരികയും പുള്ളിയുടെ വൈഫ് അത് കേൾക്കുകയും അവര് അത് തമ്മിൽ പ്രശ്നം ഉണ്ടാകും. എന്തോ വൈഫ് സൂയിസൈഡ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞ് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നിവിൻ പോളിനെയൊക്കെ, അതായത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പുള്ളി നാട്ടിൽ പോവുകയും AK സുനിൽ നാട്ടിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്ത സമയം കൊണ്ട് ഈ പുള്ളി എന്നോട് പുള്ളിക്ക് നല്ലൊരു ഇമേജ് ആയിരുന്നു, അത് പോയെന്നോ വീട്ടുകാരെല്ലാം അറിഞ്ഞെന്നോ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ AK സുനിലിന്റെ ഗുണ്ടകൾ എന്ന രീതിയിൽ, അതായത് സുനിലേട്ടനാണ് ഇവർക്ക് നിവിൻ പോളിക്കൊക്കെ ഫണ്ട് റോൾ ചെയ്യാൻ കൊടുക്കുന്നതെന്നാണ് നിവിൻ പോളി പറഞ്ഞത്. അപ്പം നിവിൻ പോളി ഈ സുനിൽ ചേട്ടൻ പറയുന്ന എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണെന്ന് പറഞ്ഞാണ് നമ്മളെ ഉപദ്രവിക്കാൻ വന്നത്. ഈ ശ്രേയ എന്ന വ്യക്തി ദുബായിൽ വെച്ചില്ലതിന് മുമ്പ് തന്നെ താങ്കളുടെ ഫ്രണ്ട് ആയിരുന്നത്? അന്ന് അവിടെ വെച്ച് മുമ്പ് എനിക്ക് പരിചയമില്ല, ദുബായ് ചെന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ്. ആ ഒരു പരിചയപ്പെട്ട ഒരു വ്യക്തി ഒരു ആദ്യമായി 3 ലക്ഷം ചോദിച്ചാണ്, അതായത് താങ്കൾക്ക് ജോലിയിൽ? അങ്ങനെയല്ല, നമ്മള് കുറെ നാള് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് ഇവരെ കാണുകയും പരിചയപ്പെടുകയും നാടെവിടെയാവും അങ്ങനെ സംസാരിച്ച ഒരു മലയാളി എന്നൊരു സ്ത്രീയെ നമ്മളെ അങ്ങനെ പറ്റിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചില്ല. അപ്പൊ അവർക്ക് ഒരു ഏജൻസി പരിചയമുണ്ട്, പുറത്തോട്ട് പോകാനായിട്ട് കെയർ ഗീവറിന്റെ വിസ ചാൻസ് കിടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മളത് വിശ്വസിച്ചു. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ദുബായിൽ വെച്ചാണ് താങ്കളെ പീഡിപ്പിച്ചെന്ന വാർത്ത താങ്കൾ പറയുന്നത്. എന്തുകൊണ്ട് ദുബായ് പോലീസിൽ കേസ് കൊടുത്തില്ല? കാരണം അന്നേരം എനിക്കത് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നില്ല. കാരണം ദുബായ് പോലീസിന്റെ കേസ് കൊടുക്കുക, അപ്പൊ അങ്ങനെ
നമുക്ക് ഇത്രയും പീഡനം വന്നപ്പം ഞാനൊരു വേറൊരു മാനസികാവസ്ഥയിലായിരുന്നു. എങ്ങനെയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഓക്കെ, അപ്പൊ താങ്കൾ ഞാനത് ഈ സംഭവം നടന്ന എത്ര നാൾ ദുബായിലുണ്ടായിരുന്നു? ഞാനൊരു 4-5 മാസം ദുബായ് 3-4 മാസം ഉണ്ടായിരുന്നു. ഈ ഓക്കെ, സംഭവം നടന്നു, താങ്കളുടെ മാനസികാവസ്ഥ നമുക്കറിയാം. ആ അവസ്ഥയിൽ താങ്കൾക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. 4 മാസം താങ്കൾ അവിടെ ഉണ്ടായത്, അത് എന്തുകൊണ്ട് പിന്നെ? അല്ലല്ല, ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് കയറി പോരുവായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ടില്ല. ഈ പ്രശ്നം നാട്ടിൽ കയറിപ്പോയെന്ന് ഇവിടെ വന്നിട്ട് എന്നാണ് കേസ് കൊടുക്കുന്നത് താങ്കൾ? ഈ കേസ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ജൂണിലാണ് കംപ്ലൈന്റ് കൊടുത്തത്. ജൂണിലാണ് കൊടുക്കുന്നത്. അതെ. ഓക്കെ, അന്ന് ഒരു അന്വേഷണം ഉണ്ടായില്ലെന്ന് താങ്കൾ പറയുന്നത്. എന്തുകൊണ്ട് മുകളിലോട്ട് പോലീസിൽ പല ആളുകളുണ്ടല്ലോ, എന്തുകൊണ്ട് മുകളിലോട്ട് കേസ് വരുത്താൻ മുന്നോട്ട് പോയില്ല? ഞാൻ ആ കേസ് കൊടുത്തത് തന്നെ ഹർഷിത മേഡത്തിനായിരുന്നു. ഞാൻ മെയിൽ ചെയ്യുമായിരുന്നു ചെയ്തത്. അത് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. ലോക്കൽ സ്റ്റേഷനിൽ എനിക്ക് ന്യായമായ ഒരു പരിഗണന കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മളെ അടുത്ത് എന്തു ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഒരു സ്പെഷ്യൽ ടീമിനെ ഇതിനായിട്ട് നിയോഗിച്ചെന്നും മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് അത് അവർക്ക് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. ഈ ഹേമ കമ്മിറ്റി ഇപ്പൊ 4 വർഷമായിട്ടാണ് നടത്തുന്നത്. ഈ ഹേമ കമ്മിറ്റി മുമ്പിൽ താങ്കൾ ഇതിന്റെ പറ്റി നിവിൻ പോളിയെ പറ്റി പരാതി പറഞ്ഞിരുന്നോ? എങ്ങനെ? ഹേമ കമ്മിറ്റിയിൽ താങ്കൾ പരാതി ചെന്ന് പറഞ്ഞിരുന്നോ നിവിൻ പോളിക്ക് വേണ്ടി? ഇല്ല. അങ്ങനെ ഞാൻ അവിടെ കമ്മിറ്റി അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. നിവിൻ പോളി പറഞ്ഞു വെച്ചാൽ ഇന്നലെ മാധ്യമങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ഇത് സത്യമാവില്ല, അതായത് മൊത്തം കള്ളത്തരമാണ്, താങ്കൾ പ്ലാൻ ചെയ്താണ്. കാരണം ഇതിനു മുമ്പും പറഞ്ഞ കാര്യമാണ്, അത് വീണ്ടും പറയാണ്. കുറച്ചുകൂടി കൂടുതലായിട്ടാണ് താങ്കൾ പറയുന്നുണ്ട്. നിവിൻ പോളി വെച്ചാൽ മറ്റു നടന്മാരെ പോലെ ഒരിക്കലും പേടിച്ചോടില്ല, എത്ര സത്യമായാലും ഇത് പുറത്തു വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കും അതാണ് വേണ്ടത്, സത്യം പുറത്തു വരണം. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും ഞാൻ തയ്യാറാണ്. അത് ഞാൻ പിന്നോട്ടില്ല. വെച്ച കാലം മുമ്പോട്ട് തന്നെ വെച്ച് നമുക്ക് സത്യം തെളിയുന്നിടം വരെ നമ്മൾ മുമ്പോട്ടുണ്ട്. കാരണം എന്റെ പുറകിൽ ആരുമില്ല. അവസാനം മറ്റൊരു ചോദ്യമാണ്, ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ പല നടന്മാർക്കെതിരെയും ഹേമ കമ്മിറ്റിയിൽ പറയാത്ത പല ആൾക്കാരും പല പേരുകളും പുറത്ത് പറയുന്നുണ്ട്. ഉദാഹരണം ജയസൂര്യയുടെ പേര് പുറത്ത് പറയുന്നുണ്ട്. അതേപോലെ താങ്കൾ ഒരു നിവിൻ പോളിയുടെ ഇമേജ് തകർക്കാൻ വേണ്ടി താങ്കൾക്ക് അവസരം കിട്ടാത്ത കൊണ്ടാണോ ഇങ്ങനെ പറയണത്? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. അതായത് താങ്കൾക്ക് സിനിമയിൽ അവസരം കിട്ടാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു അവസരം ഈ നിവിൻ പോളിക്കെതിരെ ഒരു അപവാദം അല്ലെങ്കിൽ ഇമേജ് തകർക്കാൻ വേണ്ടി? അല്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് യാതൊരുവിധ മോഹങ്ങളും ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ഞാൻ അതിനകത്ത് പെട്ടുപോയ ഒരു വ്യക്തിയാണ്. അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഈ 3 ലക്ഷത്തിന് പകരം സിനിമയിൽ അവസരം തരാം എന്ന് പറഞ്ഞാൽ താങ്കൾ നിവിൻ പോളിയുടെ മുമ്പിൽ അവിടെ എത്തിക്കുകയാണ് ശ്രേയ. അതെ, അതായത് എന്നെ ശ്രേയയല്ല നിവിൻ പോളിയുടെ അടുത്ത് എത്തിച്ചത്. ഞാൻ കേസ് കൊടുത്ത പേരിൽ AK സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ പുള്ളിയുടെ ഇതൊന്നും വന്നിട്ടില്ല. നിവിൻ പോളിയിൽ മാത്രമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ന്യൂസ് വരുന്നത്. ഈ നിവിൻ പോളിനെ ഞാൻ പരിചയപ്പെട്ടത് AK സുനിൽ മുഖാന്തരമാണ്. ഇപ്പൊ നിവിൻ പോളി ഇതില് വലിയൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് താങ്കൾ ഇപ്പൊ പറയണത്. ആ പുള്ളിയുടെ വിശ്വാസം പുള്ളിനെ രക്ഷിക്കട്ടെ. നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതായത് ഏതറ്റം വരെയും ഞാൻ ഇതിന്റെ മുമ്പോട്ട് തന്നെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.